നിർമ്മിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിലൊരു പ്രധാന ഘടകമാണ് വായുവും വെളിച്ചവും മാക്സിമം വീടിനകത്തേക്ക് ഉൾക്കൊള്ളിക്കുക എന്നുള്ളത്. എന്നാൽ മാത്രമേ നമ്മുടെ വീടിന് ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുകയുള്ളൂ. ഇത്തരത്തിൽ ഒരു വീട് നിർമ്മിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരുന്ന മൈ ഹോമിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. മൈ ഹോം എന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എറണാകുളം നെടുമ്പാശ്ശേരിയിലുള്ള ഓർക്കിഡ് വില്ലയാണ്. ഒരു കണ്ടംപററി സ്റ്റൈലിലാണ് ഈ വീടിൻ്റെ എലിവേഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു വൈറ്റ് ആൻഡ് ഗ്രേ കളർ സ്കീമാണ് ടോട്ടൽ എലിവേഷനിൽ കൊടുത്തിരിക്കുന്നത്. ഇതിനൊരു കോൺട്രാസ്റ്റ് എന്ന രീതിയിൽ കാർപോർച്ച് ഏരിയയിൽ സ്റ്റോൺ ക്ലാഡിങ്ങും കൊടുത്തിരിക്കുന്നു. മെയിൻ ഡോർ കടന്നു വരുന്നതാണ് ഈ വീടിൻ്റെ ലിവിംഗ് റൂം. വൈറ്റ് ആൻഡ് ഗ്രേ കളർ സ്കീമാണ് ഈ ഒരു ഏരിയയിലായിട്ട് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും കാണാറുള്ള ഒരു 3 ലെയർ വിൻഡോ കൺസെപ്റ്റിൽ നിന്നും മാറി നല്ല ഹൈറ്റും വിഡ്ത്തും ഉള്ള വിൻഡോസാണ് ഇവിടുത്തെ 2 വോൾസിലായിട്ടും കൊടുത്തിരിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മൾ മിക്ക വീടുകളിലും കാണാറുള്ളത് ഒരു 4x2 അല്ലെങ്കിൽ ഒരു 3x2 സോഫ സെറ്റ് ആയിരിക്കും. അതും അല്ലെങ്കിൽ ഒരു L ഷേപ്പിലുള്ള സോഫ സെറ്റ് ആയിരിക്കും. എന്നാൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് 3 വോൾസിലും ചേരുന്ന രീതിയിൽ ഒരു U ഷേപ്പിലുള്ള നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സോഫ സെറ്റാണ്. അതുകൊണ്ട് തന്നെ വീട്ടിലിപ്പോൾ ഒരുപാട് ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ മാക്സിമം ആൾക്കാരെയും നമുക്ക് ഇവിടെ തന്നെ അക്കോമഡേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ലിവിംഗ് റൂമിലുള്ള ഒരു വോൾ ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ വാൾപേപ്പറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം വൈറ്റിൻ്റെ മോണോട്ടോണി ബ്രേക്ക് ചെയ്യുന്നതിന് വേണ്ടി സീലിംഗിൽ വുഡൻ പാനലിങ്ങും അതോടൊപ്പം ഹിഡൻ ലൈറ്റ്സും യൂസ് ചെയ്തിരിക്കുന്നു. ഇതാണ് ഈ വീടിൻ്റെ ഡൈനിങ് ഏരിയ. ലിവിംഗ് റൂമിൽ നിന്ന് ഡൈനിങ് ഏരിയയ്ക്ക് ഒരു ഡയറക്റ്റ് വ്യൂ ഉള്ളതുകൊണ്ട് എൻ്റെ ബാക്ക് സൈഡിൽ കാണുന്ന ഈ വോളാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അതിന് സ്റ്റോൺ ക്ലാഡിംഗ് എന്ന് തോന്നുന്ന രീതിയിലുള്ള വാൾപേപ്പറാണ് ഡിസൈനായിട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു 8 സീറ്റർ ഡൈനിങ് ടേബിളും ചെയേഴ്സുമാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ആക്ച്വലി ഇതൊരു ഡിസൈനർ ടേബിളാണ്. അപ്പോൾ ഈ ഡൈനിങ് ടേബിളും ഈ വാൾപേപ്പറും ഫുൾ ലെങ്ത്തിലുള്ള വിൻഡോ ഒക്കെ വരുന്നതുകൊണ്ട് നമുക്ക് അധികം ക്യൂരിയസോ പ്രോപ്പർട്ടീസോ ഇവിടെ യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയ വളരെ സ്പേഷ്യസ് ആയിട്ട് ഫീൽ ചെയ്യും ചെയ്യും.
ഇവിടുത്തെ എലിവേഷൻ്റെയും ഇൻറ്റീരിയറിൻ്റെയും കളർ സ്കീമിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണ് കിച്ചൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു വൈറ്റ് ആൻഡ് റെഡ് കളർ സ്കീമാണ് ടോട്ടൽ കിച്ചണിനായിട്ട് കൊടുത്തിരിക്കുന്നത്. ഒരുപാട് സ്റ്റോറേജ് യൂണിറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിലും വളരെ കോമ്പാക്റ്റ് ആയിട്ടാണ് ഈ ഒരു ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ വീടുകളിൽ ഏറ്റവും കൂടുതൽ സ്പേസ് കൺസ്യൂം ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് സ്റ്റെയർ ഇരിക്കുന്ന ഏരിയ തന്നെയാണ്. അപ്പോൾ ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ സ്റ്റെയർ ഒരു കർവ്ഡ് സ്റ്റൈലിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഫ്രീ സ്പേസും ലഭിക്കുന്നു. ഈ ഒരു ഏരിയയിൽ റൂഫിങ്ങിൽ പർഗോള കൊടുത്തിരിക്കുന്നത് കൊണ്ട് ഏറ്റവും കൂടുതൽ നാച്ചുറൽ ലൈറ്റ് വരുന്നതും ഈ ഒരു ഭാഗത്തു നിന്ന് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ വീടിൻ്റെ ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്യുമ്പോൾ ഒരുപാട് ക്യൂരിയോസും പ്രോപ്പർട്ടീസും ഒക്കെ യൂസ് ചെയ്ത് ഫ്രീ സ്പേസ് കളയാതിരിക്കാൻ ശ്രമിക്കണം. ഇപ്പോൾ ഈ വീടിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ കോമൺ ഏരിയാസ് ആണെങ്കിലും ബെഡ്റൂംസ് ആണെങ്കിലും ഫ്രീ സ്പേസിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്ത് അധികം പ്രോപ്പർട്ടീസ് ഒന്നും യൂസ് ചെയ്യാതാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രധാന കാര്യങ്ങളിലൊന്നാണ് പെയിൻറ്റിംഗ് എന്ന് പറയുന്നത്. പെയിൻറ്റിംഗ് രംഗത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരുന്നതിന് വേണ്ടി ഫാഷൻ പെയിൻറ്റ്സിൻ്റെ പാർട്ട്നേഴ്സായ അഖിൽ രാജും രാജു തോമസും നമ്മോടൊപ്പമുണ്ട്. നമുക്ക് ചോദിച്ചറിയാം. നമസ്കാരം. വീടിൻ്റെ കൺസ്ട്രക്ഷൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിക്കുന്ന കാര്യം തന്നെയാണ് പെയിൻറ്റിംഗ് എന്നുള്ളത്. അപ്പോൾ എക്സ്റ്റീരിയറിലായാലും ഇൻറ്റീരിയറിലാണെങ്കിലും എന്തൊക്കെ കളർ സ്കീം യൂസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ പെയിൻറ്റിങ്ങിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പെയിൻറ്റ് നമ്മൾ അറിയാമല്ലോ, ഒരു ഡെക്കറേറ്റീവ് വിഭാഗമാണ്. അപ്പോൾ അതിൽ നമുക്ക് പല കാര്യങ്ങളും ശ്രദ്ധിക്കാനായിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഏതൊരു വീടിനും എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും ഉണ്ട്. നമുക്ക് നമ്മുടെ ബഡ്ജറ്റ് ഒതുങ്ങുന്ന
അതിന് അനുയോജ്യമായിട്ടുള്ള എല്ലാ ബ്രാൻഡുകളുടെയും പെയിൻറ്റുകൾ നമുക്കിന്ന് മാർക്കറ്റ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ റിക്വയർമെൻറ്റ് എന്താണോ അതിനനുസരിച്ചാണ് പെയിൻറ്റിങ് ചെയ്യേണ്ടത്. ഇപ്പോൾ മെയിനായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ എക്സ്റ്റീരിയറിന് നമുക്കൊരു ഹൈ എൻഡ് പ്രൊഡക്റ്റുകളായിരിക്കും കൂടുതലും നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. കാരണം വേറെ ഒന്നും ഉണ്ടല്ല, അതിൻ്റെ ക്വാളിറ്റി വെച്ചിട്ട്. ഇൻറ്റീരിയറിനാണെങ്കിലും അങ്ങനെ തന്നെ. എപ്പോഴും നമ്മൾ ഇത് പെയിൻറ്റിങ് നമ്മൾ എപ്പോഴും തുടരെ ചെയ്യുന്ന ഒരു കാര്യമല്ല. അത് നമ്മളിങ്ങനെ ലോങ് ടേം ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിനാൽ നമ്മളെപ്പോഴും പെയിൻറ്റിങ്ങിലേക്ക് മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ ഭാവിയിലെ നമ്മുടെ ഒരു ആവശ്യം കൂടിയാണ്. അപ്പോൾ അതിനാൽ നമ്മൾ മെയിനായിട്ട് അതാണ് ശ്രദ്ധിക്കേണ്ടത്. കളർ സെലക്ഷൻ്റെ കാര്യം നോക്കുമ്പോൾ പണ്ടത്തെ കാലത്ത് നിന്നും ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കസ്റ്റമേഴ്സ് ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന കളേഴ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന കളേഴ്സ് ഏതൊക്കെയാണ്? കളറുകൾ എന്ന് പറയുമ്പോൾ നമ്മളൊരു 5 വർഷം പിന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് പറഞ്ഞ പോലെ കുറേ ഡാർക്ക് കളേഴ്സ് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിരുന്നു. പലരും ഈ പച്ച, മഞ്ഞ, നീല അങ്ങനെയൊക്കെ ഒരു 5 വർഷം മുമ്പാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ട്രെൻഡിങ് ആയിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിൻ്റെ ട്രെൻഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും ലൈറ്റ് കളേഴ്സ്, വൈറ്റ്. ഇപ്പോൾ പല പെയിൻറ്റ് കമ്പനികളും വൈറ്റിന് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടായിരിക്കും പെയിൻറ്റുകൾ ഇറക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ആഡുകളിലൊക്കെ കാണാം, വൈറ്റിനെ മാത്രം ഫോക്കസ് ചെയ്ത് പല കമ്പനികളും ആഡ് വരെ കൊടുക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ വൈറ്റിനോട് അനുബന്ധപ്പെട്ട ഡാർക്ക് കളർ കോമ്പിനേഷനാണ് കൂടുതലും ട്രെൻഡിങ് ആയിട്ട് നമുക്ക് പോകുന്നത്. അപ്പോൾ ഈ ഡാർക്ക് കളർ പെയിൻസിൻ്റെ ഒക്കെ ഇമ്പോർട്ടൻസ് കുറഞ്ഞു വരികയാണോ? അപ്പോൾ അത് നമ്മുടെ കാലത്തിൻ്റെതായ മാറ്റങ്ങളാണ്. ഓരോ കസ്റ്റമറിനും ഓരോ ഇഷ്ടങ്ങളാണ്. ഞാൻ തീർത്തും ഡാർക്ക് അവോയ്ഡ് ചെയ്യുമെന്ന് ഞാൻ പറയുന്നില്ല. എങ്കിലും കൂടുതൽ മെജോറിറ്റി കസ്റ്റമേഴ്സ് പ്രിഫർ ചെയ്യുന്നത് വൈറ്റിനോട് അനുബന്ധപ്പെട്ട ലൈറ്റ് കളേഴ്സുകളൊക്കെയാണ് എക്സ്റ്റീരിയറിൽ. ഇന്ത്യയിൽ ഞാൻ തിരിച്ചാവാം. ഇന്ത്യയിൽ നമുക്ക് കൂടുതൽ ഡാർക്ക് കളേഴ്സും യൂസ് ചെയ്യുന്നവരുണ്ട്. ചിലപ്പോൾ ഒരു വാൾ മാത്രം ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഇന്ത്യയിൽ ഡാർക്ക് കളേഴ്സ് യൂസ് ചെയ്യാം. ചിലപ്പോൾ മൊത്തം വീടും അതും ഓരോരോ കസ്റ്റമേഴ്സിൻ്റെ ഇഷ്ടങ്ങളാണ്. ഞാൻ പറഞ്ഞല്ലോ, ടേസ്റ്റും പ്രിഫറൻസും പലർക്കും പലതും ആണല്ലോ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കൂടുതലും ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് വൈറ്റാണ്. വൈറ്റിനോട് അനുബന്ധപ്പെട്ട ഡാർക്ക് കളർ ബോർഡർ അങ്ങനെയാണ് കൂടുതലും കാണുന്നത്. നമ്മൾ കളർ സെലക്ട് ചെയ്യുമ്പോൾ കസ്റ്റമേഴ്സിന് ഒരു ഐഡിയ ഉണ്ടായിരിക്കും എന്ത് കളർ വേണം എന്നുള്ളതിൽ. ഇപ്പോൾ ഗ്രീൻ ആണെങ്കിൽ അതിൻ്റെ വേറൊരു ഷെയ്ഡായിരിക്കും ചിലപ്പോൾ അവർ ആവശ്യപ്പെടുന്നത്. അപ്പോൾ റെഡിമെയ്ഡ് ആയിട്ടായിരിക്കും നമ്മൾ പെയിൻറ്റ് കൊടുക്കുന്നത്, അതോ അത് എപ്പോഴും നമ്മൾ മിക്സ് ചെയ്തിട്ടാണോ കളേഴ്സ് കൊടുക്കുന്നത്? അതെല്ലാവരുടെയും ഒരു പൊതുവായ സംശയമാണ്. നമുക്ക് പെയിൻറ്റ് നമ്മൾ വിൽക്കുമ്പോൾ നമുക്കൊരിക്കലും പെയിൻറ്റ് റെഡിമെയ്ഡായിട്ട് വരുന്നില്ല. എല്ലാം നമ്മൾ മിക്സ് ചെയ്യാണ് പതിവ്. അതാണ് അതിൻ്റെ രീതി. നമുക്ക് ഇപ്പോൾ റെഡി ആയിട്ട് വരുന്ന വൈറ്റ് മാത്രമാണ് റെഡി കളറായിട്ട് വരുന്നത്. അത് പിന്നെ ബാക്കി എല്ലാ കളേഴ്സും നമ്മൾ മിക്സ് ചെയ്താണ് നമ്മൾ കൊടുക്കുന്നത്. കമ്പ്യൂട്ടറിൽ നമ്മൾ മെഷീനിൽ മിക്സ് ചെയ്താണ് നമ്മൾ കൊടുക്കുന്നത് പതിവ്. കൂടുതലും ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ കസ്റ്റമേഴ്സ് വരുമ്പോൾ ഇപ്പോൾ ഓരോ പെയിൻറ്റുകളുടെ ഡ്രമ്മ് കാണുമ്പോൾ, ടിന്ന് കാണുമ്പോൾ അത് പച്ച കളറാണെങ്കിൽ അത് പച്ച പെയിൻ്റ് ആണല്ലോ, അതെങ്കിലും ചുവപ്പ് കാണുമ്പോൾ ചുവപ്പ് പെയിൻ്റ് ആണല്ലോ സംശയം ആർക്കും വരാം. ശരിക്കും അതങ്ങനെയല്ല. ഒരു ബേസ് ആണ്, അത് ബേസിൽ വെച്ചിട്ടാണ് നമ്മൾ കളർ മിക്സ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഒരു കളർ, ഇപ്പോൾ നിങ്ങൾ കസ്റ്റമറാണ്, നിങ്ങൾ വന്നു, ഞാനിപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് കളർ സെലക്ട് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ കളർ സെലക്ട് ചെയ്യാനായിട്ട് നമ്മൾ പോകുമ്പോൾ ആദ്യം നമ്മൾ ഇപ്പോൾ കസ്റ്റമർ കടയിലേക്ക് വന്നു. അപ്പോൾ ചില കസ്റ്റമേഴ്സ് മുമ്പേ തന്നെ പ്രീ നോളജ് ഉണ്ടായിരിക്കാം ഈ കളറിനെ കുറിച്ചിട്ട്. അവർക്ക് ഏത് കളർ വേണം, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഫിനിഷ് വേണം, അവർക്ക് ഒരു നോളജ് ഉണ്ടാവാം. എങ്കിൽ പോലും നമ്മൾ ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ പോലെ നമ്മൾ കാണിക്കുന്നത് ഈ കളർ ചാർട്ടാണ്. ഇതിപ്പോൾ ഒരു പ്രമുഖ ബ്രാൻഡിൻ്റെയാണ്. ഇതേപോലെ തന്നെ നമുക്ക് മറ്റ് എല്ലാ കമ്പനികൾക്കും ഇതേപോലെ കളർ ചാർട്ട് ഉണ്ടാവും. എക്സ്റ്റീരിയറിന് ഉണ്ടാവും, ഇൻറ്റീരിയറിനും ഉണ്ടാവും. ഇതിപ്പോൾ എക്സ്റ്റീരിയറിൻ്റെ ഒരു ഷെയ്ഡ് കാർഡാണ്. അപ്പോൾ ഇതിൽ അവർ കസ്റ്റമേഴ്സിന് നോക്കുമ്പോൾ ഒരുപാട് കളേഴ്സ് നമുക്ക് കാണാം. ഇത് കണ്ടോ, ഇത്രയും വേരിയൻ്റ് ആയിട്ടുള്ള കളേഴ്സ് നമുക്ക് കസ്റ്റമറിന് കാണാം. അപ്പോൾ ആൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കളർ ഇപ്പോൾ ബ്ലൂവിൽ തന്നെ നമുക്ക് കാണാമല്ലോ, ഒരുപാട് വേരിയൻറ്റുകളുണ്ട്. ഇതിൽ നമുക്ക് കസ്റ്റമർ അപ്പം നോക്കിയിട്ട്, ഇപ്പോൾ കുട്ടി നോക്കിയിട്ട് ഇപ്പോൾ എനിക്ക് ഈ കളറാണ് ഇഷ്ടപ്പെട്ടതെന്ന് പറയും. നമ്മളപ്പോൾ ഈ കളറ് ഇത് ഒരിക്കലും നമുക്ക് റെഡി മിക്സ് വരുന്നതല്ല. നമ്മൾ ഈ കളറ് ഈ പറഞ്ഞ പർട്ടിക്കുലർ ബ്രാൻഡിൻ്റെ മെഷീൻ നമ്മുടെ കയ്യിലുണ്ട്. അതിൽ നോക്കിയിട്ട് നമ്മൾ ഈ കളർ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഏത് ക്വാളിറ്റി പ്രൊഡക്റ്റ് വേണം, എത്ര ക്വാണ്ടിറ്റി വേണം എന്നാൽ നമ്മൾ അതിൽ മെഷീനിൽ ഇൻസേർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ള കളറിൻ്റെ വീണ് അത് മിക്സ് ചെയ്ത് ബേസിൽ വീണ് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ കളർ ഉണ്ടാക്കുന്നത്. ഓരോ കളേഴ്സിനും ഓരോ കോഡുണ്ട്, ന്യൂമറിക്കലായിട്ടുള്ള ഒരു കോഡുകളുണ്ടാവും. ഇപ്പോൾ കുട്ടി സെലക്ട് ചെയ്ത കളറിന് ലിനന്ന എന്ന പേര് 6049 എന്ന കളറാണ്. ഈ കളർ നമ്മൾ ആ പർട്ടിക്കുലർ കമ്പനിയുടെ മെഷീനിൽ നമ്മൾ അടിച്ചു കൊടുക്കും, നമ്പർ അടിച്ചു കൊടുക്കും. അപ്പോൾ ആ മെഷീനിൽ നമ്മൾ കമ്പനി അടിച്ചു കൊടുക്കും, നമ്പർ അടിച്ചു കൊടുക്കും. പിന്നെ ഏത് ക്വാളിറ്റി പെയിൻ്റ് ആണ്, ഇൻറ്റീരിയർ ആണോ എക്സ്റ്റീരിയർ ആണോ, അതിൽ തന്നെ പല കാറ്റഗറികളുണ്ട്. അത് ഏത് ക്വാളിറ്റി എന്നുള്ളത് നമ്മൾ ഇൻസേർട്ട് ചെയ്യും. പിന്നെ അതിൻ്റെ ക്വാണ്ടിറ്റിയും കൂടി നമ്മൾ പറയണം. 10 പാക്കിംഗ്, നോർമൽ പാക്കിംഗ് വരുന്നത് 20, 10, 4, 1 അങ്ങനെ പാക്കിംഗ് ആണ് വരുന്നത്.
അപ്പോൾ നമുക്കതിൻ്റെ ഏത് ക്വാണ്ടിറ്റി വേണം എന്നുള്ള കുട്ടിക്ക് ഇപ്പോൾ 20 ലിറ്ററാണ് വേണമെങ്കിൽ 20 ലിറ്ററിന് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ 20 ലിറ്ററിന് വേണ്ട പേസ്റ്റിൻ്റെ, അതായത് ഇത് ബേസിൽ പ്ലസ് കളറിൻ്റെ ചേർത്താലാണ് ആ കളർ പെട്ടികൾ കളർ കിട്ടത്തുള്ളൂ. ആ പേസ്റ്റിൻ്റെ വിലയും ആ ബേസിൻ്റെ വിലയും അതിൽ കാണിക്കും. അതാണ് അതിൻ്റെ ആക്ച്വൽ പ്രൈസ്. മനസ്സിലായോ? ഈ കളർ എന്നിട്ട് നമ്മളതിലേക്ക് മിക്സ് ചെയ്യും, ആ കളറിൻ്റെ ആ ബേസിൽ വീഴും, ആ ബേസും കാണിക്കും. ഒപ്പം തന്നെ ആ ബേസിൽ കളർ വീഴും, നമ്മൾ എന്നിട്ട് ഷേക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ കളറായിട്ട് ഓട്ടോമാറ്റിക്കലി കളറായിട്ട് നമുക്ക് കിട്ടും. എക്സാക്റ്റ് ഈ കളറാണ് കൊടുത്തതെങ്കിൽ ഈ കളർ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അതിലൊരു വേരിയേഷൻ വരുന്നില്ല. പക്ക കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള മെഷീൻസാണ് നമ്മളിതിന് ഉപയോഗിക്കുന്നത്. ഒരുപാട് കാലങ്ങളായിട്ടുള്ള ഒരു സ്ഥാപനമാണല്ലോ ഇപ്പോൾ ഫാഷൻ പെയിൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ച് ഈ പെയിൻറ്റ്സിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ അതുപോലെ തന്നെ കസ്റ്റമേഴ്സിൻ്റെ ടേസ്റ്റിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാമോ? പണ്ടൊക്കെ ആദ്യം അടിച്ചു തരുന്നത് സ്നോസം എന്ന് പറഞ്ഞൊരു സംഭവമായിരുന്നു. ഇപ്പോൾ ആ കാലഘട്ടം മാറി. ആദ്യം ഡിസ്റ്റംബറിൽ നിന്ന് മാറി ഇപ്പോൾ എമൽഷനിൽ ഇറങ്ങി. ഈ എമൽഷൻ എന്ന് പറയുന്നത് എക്സ്റ്റീരിയർ ഇൻറ്റീരിയറും കൂടെ ഒരു സ്റ്റാർട്ടിങ് ഒരു 80 രൂപ വന്ന സ്റ്റാർട്ടിങ് ഉണ്ട്. 80 രൂപ തൊട്ട് 650 രൂപ വരുന്ന ലിറ്ററിന് വില വരുന്ന എമൽഷനിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ആദ്യമൊക്കെ ചെയ്തു തരുന്നത് പെയിൻറ്റേഴ്സിന് ലാബറൊക്കെ ആണെങ്കിൽ ഒരു 300 രൂപ 350 രൂപയൊക്കെ ആയിരുന്നു. ഇപ്പോഴൊക്കെ ലാബർ ഒരു 850 രൂപ 900 രൂപ റേഞ്ച് വന്നു. ഇപ്പോൾ കുറഞ്ഞത് അടിച്ചാലും കൂടിയത് അടിച്ചാലും 850 രൂപ തന്നെ കൊടുക്കണം. ഇപ്പോൾ വരുന്ന കസ്റ്റമർ വരുന്നത് പെയിൻ്റൊക്കെ ആണെങ്കിൽ നല്ല ഹൈ ഒരു 550 രൂപ 400 രൂപ റേഞ്ചിലാണ് പെയിൻറ്റ് നമ്മൾ എല്ലാവരും സെലക്ട് ചെയ്യണത്. നമ്മളിപ്പോൾ പെയിൻറ്റ് സെലക്ട് ചെയ്യുമ്പോൾ ക്വാളിറ്റി എങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്? ഞാൻ പറഞ്ഞല്ലോ, പെയിൻറ്റ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ക്വാളിറ്റിയിലേക്കാണ് പ്രിഫറൻസ് കൊടുക്കേണ്ടത്. കൂടുതലും ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ കസ്റ്റമേഴ്സ് കൂടുതലും ക്വാളിറ്റിയേക്കാൾ ഇമ്പോർട്ടൻ്റ് അവർ പ്രൈസിനാണ് കാണിക്കുന്നത്. ഇപ്പോൾ ആൾ പറഞ്ഞ പോലെ തന്നെ പ്രൈസ് എന്ന് പറഞ്ഞപ്പോൾ ലേബറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. ആൾ പറഞ്ഞു ലേബറിന് നിങ്ങൾ കൊടുക്കുന്ന ആ പൈസയിൽ നിങ്ങൾക്ക് ഒരു മാറ്റവും വരുന്നില്ല. കസ്റ്റമറിന് ഒരു മാറ്റവും വരുന്നില്ല. ആൾക്ക് ഇപ്പോൾ എത്ര 900 അല്ലെങ്കിൽ 850 അതിലൊരു മാറ്റവും ഇല്ല. 5 കൊല്ലം കഴിഞ്ഞാൽ ഇത് കുറയാനൊന്നും പോകുന്നില്ല, ഇത് കൂടാനേ വഴിയുള്ളൂ. അപ്പോൾ നിങ്ങൾ മെറ്റീരിയൽ കോംപ്രമൈസ് ചെയ്യുക എന്നു വെച്ചാൽ, അതായത് കോസ്റ്റ് നമ്മൾ പിന്നെ കുറയ്ക്കുന്നത് മെറ്റീരിയലായിരിക്കും. മെറ്റീരിയൽ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾ അതിൻ്റെ കോസ്റ്റ് കുറയ്ക്കുന്നതിനൊപ്പം തന്നെ നിങ്ങൾ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യുന്നതിൻ്റെ അർത്ഥം. ഒരു പ്രൊഡക്റ്റ് ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ലോങ് ടൈമിലൊന്നും ഈ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് മീഡിയം ക്ലാസ് പെയിൻറ്റുകൾക്കൊന്നും പറ്റത്തില്ല. നല്ല ക്വാളിറ്റി പ്രീമിയം അല്ലെങ്കിൽ ലക്ഷറി കാറ്റഗറി പ്രൊഡക്റ്റ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ലോങ് ടൈമിൽ ഒരു റിസൾട്ട് കിട്ടത്തുള്ളൂ. അതിനാൽ നിങ്ങൾ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യുക അല്ലെങ്കിൽ ഈ പ്രൈസ് കുറയ്ക്കാൻ വേണ്ടി ചെയ്യുക. ക്വാളിറ്റി അല്ല, കസ്റ്റമറിന് ക്വാളിറ്റിയേക്കാൾ ഇമ്പോർട്ടൻറ്റ് നോക്കുന്നത് പ്രൈസിലാണ്. പ്രൈസ് കുറയ്ക്കുക എന്നത് ക്വാളിറ്റി നിങ്ങൾ കുറയ്ക്കുന്നത്. അപ്പോൾ ഒരിക്കലും ഞാൻ പേഴ്സണലി സജസ്റ്റ് ചെയ്യാറും അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പിൽ വരുന്നവരും സജസ്റ്റ് ചെയ്യാറുള്ളത് ക്വാളിറ്റി നിങ്ങൾ കുറയ്ക്കാതിരിക്കുക. നിങ്ങൾക്ക് ലേബറിൽ മാറ്റം വരുന്നില്ല. പിന്നെ എന്തിന് നിങ്ങൾ ഈ ക്വാളിറ്റി കുറച്ച് നമുക്ക് ഇപ്പോൾ 2 കൊല്ലം എന്നുള്ളത് നമുക്കൊരു 5 കൊല്ലം കിട്ടിയാൽ നിങ്ങൾക്ക് 5 കൊല്ലം കിട്ടിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ ഒരു കസ്റ്റമേഴ്സിനും. എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് അങ്ങനെയാണ്. അല്ലാതെ നമ്മൾ വെറുതെ അപ്പത്തെ ചെറിയൊരു ഇൻസ്റ്റൻറ്റ് ലാഭത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ചെറിയ ഷോർട്ട് ടൈം ലാഭത്തിന് വേണ്ടിയിട്ട് നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് മാറ്റി നിർത്തുന്നത് ശരിക്കും ഒരു തെറ്റായ ഒരു പ്രവണതയാണ്. ഞാൻ കൂടുതലും കസ്റ്റമേഴ്സിന് ക്വാളിറ്റിയുള്ള നല്ല പ്രീമിയം ലക്ഷറി കാറ്റഗറി പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കാനാണ് സജസ്റ്റ് ചെയ്യാറ്. നമ്മൾ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യുകയാണെങ്കിൽ കളർ ഫെയ്ഡിങ് അല്ലാതെ മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ഉൾപ്പെടുന്നത്? ക്വാളിറ്റി എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് കളർ ഫെയ്ഡായിട്ട് അതൊരു പ്രോപ്പർട്ടി മാത്രമാണ്. ക്വാളിറ്റി എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ ഇതിൻ്റെ ആൻറ്റി ഫംഗൽ, ഇപ്പോൾ നോർമൽ നമുക്ക് കേൾക്കുന്നില്ല പായൽ പൂപ്പൽ വിട എന്നുള്ള പരസ്യം കേട്ടിട്ടുണ്ടാവുമല്ലോ. ആൻറ്റി ഫംഗൽ, ആൻറ്റി ആൽഗെ, വാട്ടർ റിപ്ലിക്കൻ്റ്, ക്രാക്ക് ബ്രിഡ്ജിങ്, ഇതൊക്കെ ഓരോ ഫീച്ചേഴ്സാണ്. അതിലൊന്ന് മാത്രമാണ് ഈ കളർ ഫെയ്ഡ് ഔട്ട് എന്ന കാര്യം. ഞാൻ പ്രീമിയം കാറ്റഗറി ലക്ഷറി കാറ്റഗറി പ്രോഡക്റ്റിൽ ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞ ഫീച്ചേഴ്സൊക്കെയുള്ള ഒരു പ്രോപ്പർട്ടി മെറ്റീരിയൽ ഉപയോഗിക്കുന്നതാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ അതിന് എക്സ്റ്റീരിയർ അടിക്കുകയാണെങ്കിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നോർമൽ നമുക്ക് കാണുന്നത് പായൽ പൂപ്പൽ പിടിക്കുക. നമ്മുടെ മഴ ഉള്ള ഒരു കാലഘട്ടമാണല്ലോ, നമ്മുടെ കേരളത്തിൽ മഴയാണല്ലോ വലിയ ഒരു വില്ലൻ. അപ്പോൾ മഴയുള്ളപ്പോൾ പായലും പൂപ്പലും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആൻറ്റി ഫംഗൽ, ആൻറ്റി ആൽഗെ. പിന്നെ ക്രാക്കുകൾ, നമ്മുടെ കൺസ്ട്രക്ഷൻ്റെ ഒരു ഭാഗം എന്നറിയാമല്ലോ നിങ്ങൾക്ക്. കൂടുതലും ആൾക്കാർ കൺസ്ട്രക്ഷൻ നടത്തുമ്പോൾ എംസാൻഡും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നു. അപ്പോൾ ക്രാക്കുകൾ വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ക്രാക്ക് ബ്രിഡ്ജിങ് ആയിട്ടുള്ള പെയിൻറ്റ്. അതുപോലെ തന്നെ നമുക്ക് വേറെ ഉള്ളത് ഞാൻ പറയാം ഫിനിഷിൻ്റെ കാര്യത്തിൽ. നമുക്കിപ്പോൾ എക്സ്റ്റീരിയറിലാണെങ്കിൽ നമുക്ക് പലതരം ഫിനിഷുകളായിട്ട് ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ ഈ സിൽക്ക് ഫിനിഷ്, മാറ്റ് ഫിനിഷ്, അങ്ങനെ പല പല ഫീച്ചേഴ്സ് ആയിട്ടുള്ള പ്രീമിയം ക്വാളിറ്റി പെയിൻറ്റുകളാണ് ഞാൻ പറഞ്ഞ ക്വാളിറ്റിയുടെ കാര്യത്തിൽ. എക്സ്റ്റീരിയറിൻ്റെ കേസിൽ ഇന്ത്യയിലാകുമ്പോൾ നേരെ തിരിച്ച് ഈ പറഞ്ഞ ആൻറ്റി ഫംഗസും ആൻറ്റി ഫംഗലും ഓക്കെ ഇന്ത്യയിൽ സപ്പോസ് വേണം അത് എങ്കിൽ പോലും കൂടുതലായിട്ട് കസ്റ്റമർ പ്രിഫർ ചെയ്യാറുള്ള സംഭവം
ഹൈലി വാഷബിലിറ്റിയാണ്. അതായത് നമുക്കൊരു കറ പറ്റിക്കഴിഞ്ഞാൽ, ഇപ്പോൾ കുട്ടികളില്ലാത്ത വീടുകൾ നമ്മുടെ നാട്ടിൽ കുറവാണ്. അപ്പോൾ കുട്ടികളുള്ള വീടുകളിൽ അതേപോലെ തന്നെ മറ്റ് സർവൻസ് കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് കറ പിടിക്കാൻ ചാൻസ് കൂടുതലാണ്. ഒരു വീടിന് അടുക്കള ഭാഗത്തായാലും അതേപോലെ തന്നെ ലിവിങ് റൂം ആയാലും ബെഡ്റൂം ആയാലും കറ പിടിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഹൈലി വാഷബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ്. പിന്നെ അതേപോലെ തന്നെ നല്ല ഫിനിഷ്. അകത്തേക്ക് കൂടുതലും നമുക്ക് കൂടുതൽ സിൽക്ക് ഫിനിഷ്, അതായത് സ്മൂത്ത് ഫിനിഷുകളാണ് കൂടുതൽ പോകാറ്. അപ്പോൾ ആ ഒരു കാറ്റഗറി പ്രൊഡക്റ്റ്. മാറ്റും ഉപയോഗിക്കാത്തവരില്ല. മാറ്റായപ്പോഴും ഡെഡ് മാറ്റ് എന്നൊരു ഫിനിഷ് ഉണ്ടല്ലോ, റഫായിട്ടുള്ള മാറ്റിനേക്കാളും ഉപരി കുറച്ചും സ്മൂത്ത് ആയിട്ടുള്ള മാറ്റ്, അങ്ങനത്തെ ഒരു കാറ്റഗറി പ്രൊഡക്ട്സാണ് ഇൻറ്റീരിയറിൽ കൂടുതലും പോകാറ്. അപ്പോൾ ക്വാളിറ്റി എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് കളർഫെഡോട്ട് മാത്രമല്ല, ഇങ്ങനെ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. അതാണ് ഈ ലക്ഷറി പ്രീമിയം കാറ്റഗറിയുടെ ഒരു അഡ്വാൻറ്റേജ്. മറ്റു ക്വാളിറ്റി താഴേക്ക് പോകുമ്പോൾ, അതായത് പ്രീമിയം കഴിഞ്ഞിട്ട് പിന്നെ മീഡിയം എക്കണോമി റേഞ്ചുകളിലേക്ക് പോകുമ്പോൾ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഫീച്ചേഴ്സ് ഒന്നും ഉണ്ടാവത്തില്ല. നമുക്കൊരു പെയിൻ്റ് അടിച്ചു എന്നൊരു സാറ്റിസ്ഫാക്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. നമുക്ക് ക്വാളിറ്റിയുള്ള പെയിൻറ് വേണം, എന്നാൽ ബഡ്ജറ്റിൽ ഒതുങ്ങും വേണം. അതിനെന്താണ് ഇപ്പോൾ ഒരു മാർഗ്ഗമായിട്ടുള്ളത്? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇതിൽ പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു ക്രൈറ്റീരിയ വെക്കാതിരിക്കാൻ നല്ലത്. എങ്കിൽ പോലും നമുക്കിപ്പോൾ ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റ് എന്ന് ഞാൻ പറഞ്ഞല്ലോ, എക്സ്റ്റീരിയറിലാണ് എനിക്ക് തോന്നുന്നു കൂടുതലും നമുക്ക് ഡിഫക്ട്സ് വരാൻ അല്ലെങ്കിൽ പ്രോബ്ലംസ് വരാൻ ചാൻസ് കൂടുതൽ. അപ്പോൾ എപ്പോഴും നമ്മൾ എക്സ്റ്റീരിയറിൽ മാക്സിമം ഹൈ എൻഡ് പ്രോഡക്റ്റാണ് യൂസ് ചെയ്യുക. അതായത് ഇപ്പോൾ വെയിലൊരു ഇതാണ്, മഴ നമുക്കൊരു വില്ലനാണ്. ഇപ്പോൾ ഇതൊക്കെ വരുന്ന കാലം നമ്മുടെ നാട്ടിൽ നമുക്ക് എപ്പോഴും ഹൈ എൻഡ് പ്രോഡക്റ്റുകൾ യൂസ് ചെയ്യുന്നത് നല്ലത്. ഇനി ഈ പറഞ്ഞ ലക്ഷറി കാറ്റഗറി അല്ലെങ്കിൽ പ്രീമിയം കാറ്റഗറിയിൽ ഒരു ഒറ്റ ബ്രാൻഡ് മാത്രമല്ല, ഒരുപാട് ബ്രാൻഡുകളുണ്ട്. അത് പലതും പല വേരിയേഷനാണ് ഈ പ്രൈസിൻ്റെ കാര്യത്തിൽ. നിങ്ങൾക്ക് അപ്പോൾ ഏറ്റവും ബെറ്റർ ഷോപ്പിലേക്ക് അല്ലെങ്കിൽ പെയിൻറ്റ് ഷോപ്പിലേക്ക് വരുമ്പോൾ ആ ഒരു പ്രീമിയം കാറ്റഗറിയിൽ ഒരുപാട് പ്രോഡക്റ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് കമ്പാരിസൺ ചെയ്യാനും ഒപ്പം തന്നെ ഈ വിലയുടെ ഒരു വ്യത്യാസം പറയാനും നമുക്ക് സാധിക്കും. പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്, എക്സ്റ്റീരിയറിലേക്ക് നമ്മൾ കൂടുതൽ പ്രിഫറൻസ് കൊടുക്കേണ്ടത്. അതായത് ക്വാളിറ്റിയുടെ കാര്യത്തിൽ അവിടെ കോംപ്രമൈസ് ചെയ്തിരിക്കാൻ നല്ലത്. പിന്നെ വേണമെങ്കിൽ ഇൻറ്റീരിയറിൽ നമുക്ക് വേണമെങ്കിൽ കോംപ്രമൈസ് ചെയ്യാം. കാരണം വെച്ചാൽ നമുക്ക് ഇൻറ്റീരിയർ ചിലപ്പോൾ പൊതുവേ ഇൻറ്റീരിയറിൽ നമുക്ക് ഞാൻ പറഞ്ഞില്ല, കുട്ടികളുള്ള കാര്യം അല്ലെങ്കിൽ സർവൻ്റുള്ള കാര്യം അതൊക്കെ വളരെ ഒരു എക്സെപ്ഷണൽ കേസുകളാണ്. എങ്കിൽ പോലും നമുക്ക് ഇൻറ്റീരിയർ വേണമെങ്കിൽ നമുക്ക് കുറച്ച് കോംപ്രമൈസ് ചെയ്താലും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവില്ല നമുക്ക് ഫ്യൂച്ചറിൽ. എങ്കിൽ പോലും എക്സ്റ്റീരിയർ പരമാവധി ആൾക്കാർ നല്ല ക്വാളിറ്റിന് അടിക്കുന്നതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. പിന്നെ ഞാൻ വേറെ സജഷനാണ്, നിങ്ങൾക്ക് ചിലർ ചോദിക്കും ഞങ്ങൾക്ക് സ്റ്റെയർ കേസിൻ്റെ അടിയിൽ അല്ലെങ്കിൽ ഇപ്പോൾ ലിവിങ് റൂം എല്ലാവരും കാണുന്ന ഭാഗമാണ്, ബെഡ്റൂം എനിക്ക് ഇത്തിരി ക്വാളിറ്റി കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ പറയുന്നവർക്കും തെറ്റൊന്നുമല്ല, അത് ചെയ്യാം. കാരണം അത് ആകെ ഒരു ഡിഫക്റ്റ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇൻറ്റീരിയർ അടിക്കുന്ന ക്വാളിറ്റിക്ക് പലതരം ഫിനിഷ് ഉണ്ടെന്ന് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോൾ ഇന്ത്യയിലെ ചില ഫിനിഷുകളൊക്കെ നമുക്ക് മാറ്റ് ഫിനിഷ് ആയിരിക്കും, ചിലതൊക്കെ സിൽക്ക് ഫിനിഷ് ആയിരിക്കും, ചിലതൊക്കെ ഈ സോഫ്റ്റ് ഷീൻ ഫിനിഷ് ആയിരിക്കും. നമ്മൾ നല്ല ഫിനിഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുവിധം പ്രീമിയം ക്വാളിറ്റിയും ലക്ഷറി ക്വാളിറ്റിയും നമുക്ക് ഐഡൻറ്റിഫൈ എളുപ്പമാണ്. ഇപ്പോൾ നമ്മളൊരു എക്കണോമി ഒരു മീഡിയം ക്വാളിറ്റി പെയിൻ്റ് അടിക്കുമ്പോൾ അപ്പുറത്തൊരു പ്രീമിയം അല്ലെങ്കിൽ ലക്ഷറി ക്വാളിറ്റി അടിക്കുമ്പോൾ നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ, അതായത് ടച്ച് ചെയ്യാൻ ഫീലിലൂടെ നമുക്കത് ഐഡൻറ്റിഫൈ എളുപ്പമാണ്. അപ്പോൾ ബെഡ്റൂമുകളിൽ കുറയ്ക്കുന്നതിൽ എനിക്ക് പരാതിയില്ല, പക്ഷേ ഈ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് ഉണ്ടാവും, ഫിനിഷിലും മാറ്റം വരും. അപ്പോൾ അത് കസ്റ്റമേഴ്സിൻ്റെ ഒരേ പ്രിഫറൻസ്, അതിനനുസരിച്ച് നമുക്ക് എടുക്കാം. വീടിന് വേണ്ടി പെയിൻറ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ക്വാളിറ്റി ആണെങ്കിലും അതിൻ്റെ കളർ എങ്ങനെ ചൂസ് ചെയ്യണം, ഡ്യൂറബിലിറ്റി, അങ്ങനെ ധാരാളം കാര്യങ്ങൾ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വളരെ ഇൻഡെപ്തായിട്ട് ഞങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തന്ന രണ്ടുപേർക്കും നന്ദിയുണ്ട്. താങ്ക് യു. ശരി. വീടിന് വേണ്ടി പെയിൻറ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായി ധാരാളം കാര്യങ്ങൾ ഇനിയുമുണ്ട്. അത് നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. നന്ദി. മൈ ഹോമിൻ്റെ ഈ ഒരു അധ്യായം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഒരു വീട് നിർമ്മിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പുത്തൻ അറിവുകളും കാഴ്ചകളുമായി മൈ ഹോം വീണ്ടും അടുത്ത ആഴ്ച.